ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ലസാനിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിലാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്കൊരു 20 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബട്ടറൊക്കെ ഒന്ന് ഈ ഓയിലൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ്. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇത് ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോ ഗ്രൈൻഡറിലോ ഇട്ട് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് മതി. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പും ടൊമാറ്റോ പേസ്റ്റും രണ്ടാണ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് അതോടെ ഇരിക്കട്ടെ. ഇപ്പോൾ അതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വെള്ളം ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ വെള്ളം അതുപോലെ തന്നെ ആ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഉണ്ടാവും. അതൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതൊരു ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കൊരു വൈറ്റ് സോസും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 40 ഗ്രാം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം ഇട്ട് കൊടുത്താലും മതി. ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബട്ടർ കരിയാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ ബട്ടർ നല്ല പോലെ മെൽറ്റായി വരണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ബട്ടർ കരിഞ്ഞു പോരുത്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിലരൊക്കെ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ കട്ട പിടിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നും കൂടെ ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മൈദ ഒന്ന് കുക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മൈദയുടെ ടേസ്റ്റ് വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ കട്ട ഒന്നുമില്ലാതെ നല്ല പോലെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താലും മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നല്ല പോലെ ആ മൈദൊക്കെ ഈ ഒരു ബട്ടറിൽ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നല്ല തണുത്ത പാലുണ്ടല്ലോ, ആ പാല് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഫ്ലെയിം ഓഫാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. നല്ലപോലെ ഈ പാലും പിന്നെ ഈ ഒരു ബട്ടറും മൈദയും കൂടെ ആ ഒരു മിക്സും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. നല്ലപോലെ ഈ ഒരു സമയത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. പതുക്കെ അതിങ്ങനെ തിക്കായിട്ട് വരും.
ഇപ്പോൾ ദേ നല്ലപോലെ തിക്കായി വരുന്നുണ്ട്, ഒട്ടും കട്ടൊന്നും കിട്ടിയിട്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. ആ ചൂടിലിരിക്കുമ്പോൾ ഒന്നും കൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഫ്ലെയിം ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാൽ നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ ലസാനിയ ഷീറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പാസ്ത ഷീറ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, നമുക്ക് ഡയറക്റ്റ് പാസ്ത ഷീറ്റിലേക്ക് ആ സോസൊക്കെ ഒഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഷീറ്റൊന്നും കുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ചൂടാക്കാതെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ലസാനിയ ഇച്ചിരി ഡ്രൈ ആയ പോലെ തോന്നും. ഇവിടെ എല്ലാവർക്കും കുറച്ച് നല്ല സോസി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു സ്റ്റിഫായിട്ടുള്ളത് മാറിയിട്ട് ഒരു ഇച്ചിരി സോഫ്റ്റായിട്ട് വരുന്ന രൂപത്തിൽ നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ഫ്രഷ് വാട്ടറിൽ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ഊറ്റിയിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ വേണം. ഒരുപാട് സമയം ഇതിങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം വെക്കരുത്. ഇപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ പാകം. ഒരുപാട് കുക്കായിട്ടൊന്നുമില്ല, പക്ഷേ അതിങ്ങനെ ആ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ആ രൂപം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാനതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റുകയാണ്. അത് നമുക്കിനിപ്പോൾ എങ്ങനെയാണ് ലസാനിയ പ്രിപ്പയർ ചെയ്തെടുക്കാൻ നോക്കാം. ഈ ലസാനിയ ഷീറ്റ് ഞാനിപ്പോൾ ലുലുന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ പാസ്ത ഒക്കെ വെക്കുന്ന സൈഡുണ്ടല്ലോ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു നീളത്തിലുള്ളത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബേക്കിംഗ് ട്രേ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് അടിയിൽ ആദ്യം തന്നെ കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള ചുടുവെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാസ്ത ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ പാസ്ത ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെയർ മുഴുവനായിട്ട് ഈ ഒരു ഷീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ചിക്കൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് മുന്നേ ബ്രെഡ് വെച്ചിട്ട് ലസാനിയ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പാസ്ത ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ ഒരു ലെയർ മൊത്തം ഈ ഒരു ചിക്കൻ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഒരു ലെയറിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മൊത്തം ഒരു 3 ലെയറായിട്ട് ഫിൽ ചെയ്തെടുക്കാനായിട്ടുള്ള സൈസാണ് എൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ഉള്ളത്. ഇതിൻ്റെ മേലെ ഈ ഒരു ചിക്കൻ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വൈറ്റ് സോസ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു റെസിപ്പിക്ക് നമുക്കിപ്പം വൈറ്റ് സോസ് കിട്ടേണ്ടത്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ കുട്ടികൾക്കൊക്കെ മൊസറല്ല ചീസൊക്കെ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ചീസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മേലെ ആ ഷീറ്റ് വെച്ച് കൊടുക്കണം. ഈ ഒരു ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ വെച്ച പോലെ തന്നെ ഈ ഒരു സൈഡിൽ കട്ട് ചെയ്തിട്ട് ഒരു പീസും കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ആ ചിക്കൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് സോസ് നേരത്തെ ഒഴിച്ചപ്പോൾ തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഞാൻ ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ പാസ്ത ഷീറ്റും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് സോസും പിന്നെ കുറച്ച് ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു ലെയറും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഏറ്റവും മേലെ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഓവനിൽ വെക്കണം. ഓവനില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓവനില്ലാതെ കേക്കൊക്കെ ബേക്ക് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
ഇപ്പോൾ അതേ ചീസൊക്കെ മെൽറ്റായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.